യാത്രയുടെ അടുത്ത ഭാഗം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, കന്യാകുമാരിയിലാണ് കേട്ടോ. ഏകദേശം 4-4:15 നമ്മളെത്തി. നേരെ റൂമിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തു. ഫുഡ് ലൈറ്റൊരു ചായയും സ്നാക്സും കഴിച്ചു. വലിയ റൂമായിരുന്നു. നമ്മൾ 5 പേരും ഒറ്റ റൂമിൽ തന്നെയായിരുന്നു. 2 ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. അതുപോലെ കന്യാകുമാരിയിലെ മെയിൻ പോയിൻ്റായ സൺസെറ്റ് കാണാനുള്ള ഓട്ടമാണ് കേട്ടോ ഇത്. നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. അതാ സൂര്യൻ നല്ല ഉദിച്ച് നിൽപ്പുണ്ടേ. അസ്തമിക്കേണ്ട സമയം ഒരു 6-6:15 എന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് അല്ലാതെ ഉടനെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പാർക്കിംഗ് ഫീ അടച്ചാൽ മാത്രമേ അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നടന്നു വരാനാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അതുപോലെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് അവിടെ കാണാൻ. നല്ല കാറ്റാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. അതുപോലെ പാനിപ്പൂരി, പൊരി, അതുപോലെ ശംഖ് തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ട ഈ ശംഖാണ് കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. പക്ഷേ എൻ്റെ സഹോദരന് ഇതിനെപ്പറ്റി, രണ്ടാമത്തെ സഹോദരന് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ആണ് കേട്ടോ. സഹോദരൻ ഈ ശംഖിൻ്റെ ഓരോ പേരുകളും അതൊക്കെ അവിടെ ഇങ്ങനെ അമ്മൂമ്മയിൽ ചോദിച്ചു. അമ്മൂമ്മയ്ക്കും ഡൗട്ടാണ്, ഇതെനിക്കൊന്നും അറിയില്ലല്ലോ കുഞ്ഞേന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നു ഇതാ നോക്കി. പിന്നെ കപ്പലണ്ടി, ചൂട് കടല, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. സൂര്യാസ്തമയത്തിൻ്റെ വ്യൂ ആയില്ല, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതോ നല്ല തിരക്കുണ്ട്, ഒരുപാട് പേരുണ്ട് ഇതോ. അതുപോലെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വീഡിയോസും സെൽഫീസൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. വീഡിയോ എടുത്ത് നോക്കി. പക്ഷേ ഇതാ ബാക്ക്ഗ്രൗണ്ട് ശരിയായില്ല. അത് തന്നെ ചോളവും മറ്റേ അതിൻ്റെ കടല എല്ലാം കൂടി ഇട്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഇതാണ്. അങ്ങനെ യോഗന് ചോളം കൊടുത്തു. യോഗന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യോഗനായാലും ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം. എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങ് താഴോട്ട് പോകണം. വീണ്ടും അവിടെ എന്താണ് ശംഖിൻ്റെ വെറൈറ്റീസ് തന്നെ ഒരുപാട് ശംഖുകളുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് സൈക്ലിസ്റ്റിൻ്റെയൊക്കെ ഒരു ഷോ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ അവിടെ എടുക്കുകയാണ്. ഇവിടെയും കണ്ടോ ശംഖിന് നമ്മൾ കടലിലുള്ള കല്ലുകൾ, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മൾ സ്റ്റാർ ഫിഷിൻ്റെ ഷേപ്പുള്ളത്, അങ്ങനെ ഒരുപാട് പേര് സൺസെറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും അതുപോലെ തന്നെയാണ്, വെയിറ്റിങ്ങിലാണ്. അതുപോലെ മാമനും മോളും ആദ്യമേ തന്നെ കടലിലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ സൂര്യാസ്തമയത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ കുറച്ച് കയ്യിലൊക്കെ എടുത്ത് വച്ച് നോക്കി, പക്ഷേ ഒത്തില്ല. അത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ കളിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കാം, നമുക്ക് കണ്ടോ ഏകദേശം എത്തിയപ്പോഴേക്കും മേഘങ്ങൾ കൊണ്ടങ്ങ് മൂടാൻ തുടങ്ങി. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു ചിലപ്പം മേഘങ്ങൾ പോവും. എന്നാൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ മേഘങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ വ്യൂ കറക്റ്റ് കിട്ടാത്തത്. അല്ലെങ്കിൽ നല്ലപോലെ ആ കടലിലോട്ട് അസ്തമിക്കാൻ നമുക്ക് കറക്റ്റ് വ്യൂ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ സൈക്ലിസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഞാൻ ഒരുപാട് ക്യാമറ ഫോക്കസ് ചെയ്യാത്തത് കണ്ടോ, മേഘങ്ങൾ കൊണ്ട് മൂടിപ്പോയി. അപ്പോൾ സൺസെറ്റ് കിട്ടിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചോളമൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല ഇരുട്ട് വീഴുന്നു ആ സമയത്ത്. അതിന് മുമ്പ് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ യാത്ര തിരിച്ചു. നമ്മൾ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി കയറി. അടുത്ത വീഡിയോ അപ്ഡേറ്റും വരെ. ബായ്.